2 മാസത്തെ വേനലവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ പലപ്പോഴും ബുക്ക് വാങ്ങിക്കുന്ന ഓർമ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ബുക്ക് വാങ്ങിച്ചാൽ അത് ആദ്യം നോക്കുന്നത് വളരെ മനോഹരമായ കളർഫുള്ളായ ചിത്രങ്ങളൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊരു മനോഹരമായ ഓർമ്മയാണ് എല്ലാവർക്കും കുട്ടിക്കാലത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇക്കൊല്ലത്തെ സ്കൂൾ പാഠപുസ്തകത്തിലെ ആകർഷകമായ ചിത്രങ്ങൾക്ക് പിന്നിൽ കട്ടപ്പനക്കാരൻ്റെ കരവിരുതുമുണ്ട്. തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലെ BFA വിദ്യാർത്ഥിയും കട്ടപ്പന ഇടുക്കി കവല സ്വദേശിയുമായ മെൽവിൻ രൂപേഷാണ് ആ മിടുക്കൻ. വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികളും പരിഗണിച്ചാണ് SCERT പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയത്. 3ാം ക്ലാസ്സിലെ EVS, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, സംസ്കൃതം എന്നീ പുസ്തകങ്ങളിലാണ് മെൽവിന്റെ ചിത്രങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത്. കോളേജിലെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് മെൽവിനും സഹപാഠികളും ചിത്രങ്ങൾ വരച്ചു നൽകിയത്. ഇക്കൊല്ലത്തെ പാഠപുസ്തകങ്ങളിൽ കഥകൾക്കും കവിതകൾക്കും മാറ്റുകൂട്ടുന്നത് ഇവരുടെ ചിത്രങ്ങളാണ്. കുഞ്ഞുനാളെ തൊട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ മനോജ് സാറ് എന്നെ പഠിപ്പിച്ചതല്ല. പിന്നെ കോളേജിൽ എത്തിയപ്പം അവിടുത്തെ സാറ് ഞങ്ങളെ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് SCERTയുടെ വർക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നിട്ട് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലും പിന്നെ 5ാം ക്ലാസ്സിലത്തെ സംസ്കൃതത്തിലും വരച്ചു. പിന്നെ 3ാം ക്ലാസ്സിൽ EVSലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുപ്പം മുതലേ ചിത്രരചനയിൽ മികവ് പുലർത്തിയ മെൽവിൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2019 റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോയും മെൽവിന്റെ സംഭാവനയാണ്. വാട്ടർ കളറിംഗ് ആണ് മെൽവിന്റെ സ്പെഷ്യൽ. പ്രകൃതിയും വളർന്നു വന്ന ഗ്രാമാന്തരീക്ഷങ്ങളും ഒക്കെ മെൽവിന്റെ ചിത്രങ്ങളിൽ കാണാം. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് മെൽവിൻ. പിതാവ് രൂപേഷ്, അമ്മ സിൽവി, സഹോദരങ്ങളായ സച്ചിൻ, റയാൻ എന്നിവരുടെ പിന്തുണയാണ് മെൽവിന്റെ കരുത്ത്. മീഡിയ 1 ഇടുക്കി.